മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാട്ട് നിന്ന് മറ്റൊരു പെണ്ണ് കേസിന്റെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവായിട്ടുള്ള കൗൺസിലർക്ക് നേരെയാണ് ആരോപണം വന്നിട്ടുള്ളത്. ഈ ആരോപണം വന്ന ഉടനെ തന്നെ കോൺഗ്രസ് അത് ശരിവെച്ചുകൊണ്ട് ആ കൗൺസിലറെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തില് പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പിഷാരടിയുടെ പ്രതികരണം എന്താണ് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം ശോഭാ സുരേന്ദ്രന് ഇതേ വിഷയത്തിൽ എന്താണ് പ്രതികരിച്ചത് എന്നും നമുക്ക് പരിശോധിക്കാം. ഒരു വിഷയം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഈ രണ്ടു പേരും കൈകാര്യം ചെയ്തത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു നോക്കുന്നത്. പേരിന് പിഷാരടി, ഈ സ്ത്രീക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ഒരു നീതികേട് ഈ മറുപടിയിൽ പോലും പിഷാരടി പറയുന്നുണ്ട്. നിങ്ങൾ അത് നോട്ടു. പ്രചരണമാർക്കും ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായി നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളായും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മുന്നോട്ട് പറയുന്നത് പേരിന് പെണ്ണിനൊപ്പം എന്നൊക്കെ പറയുമ്പോഴും എന്താണ് പിഷാരടി ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിന്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് കോൺഗ്രസിന്റെ ഒരു കൗൺസിലർക്ക് നേരെ ഒരു വിഷയം വന്നിട്ട് അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണവും വരാൻ പോകുന്ന കാലത്ത് ഭരണമൊക്കെ വെച്ച് ജനങ്ങൾ വോട്ട് ചെയ്യൂ. അപ്പൊ ഇതൊന്നും പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ ചർച്ച എന്ന രീതിയിലല്ലേ ഈ ചോദിക്കുന്നത്? എത്രത്തോളം നീതികേടാണ് ഈ വിളിച്ചു പറയുന്നത്? ഇത് ഓരോ മലയാളിയും പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനത ഇത് ഗൗരവത്തിലെടുക്കണോ? ഒരു വിഷയം വന്ന ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത്. ആരോപണം വന്ന ഉടനെ അത് ശരിവെച്ചു കോൺഗ്രസ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ MLA സ്ഥാനം ഒഴിവാക്കാത്തത് പോലെ തന്നെ കൗൺസിലർ സ്ഥാനം ഒഴിവാക്കാതെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് വ്യക്തമായിട്ട് കോൺഗ്രസ് പാർട്ടി തന്നെ മാറ്റി നിർത്തിയ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോ പേരിന് പെണ്ണിനൊപ്പം എന്ന് പറയുമ്പോഴോ കൃത്യമായിട്ട് എടുത്തു പറയും ഇതൊക്കെ ഒരു വലിയ വിഷയമാണോ എന്ന്. ഇതൊക്കെ വലിയ വിഷയമായിട്ടല്ലേ അവിടെ സിറ്റിംഗ് MLA അവിടെ മത്സരിപ്പിക്കാത്തത്? ഇത് ജനങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ വിഷയമായിട്ടല്ല പിഷാരടി അവിടെ നിലവിലെ സിറ്റിംഗ് MLA മത്സരിപ്പിക്കാതെ താങ്കളെ അവിടെ മത്സരിപ്പിക്കുന്നത്. മറ്റൊന്ന് പാലക്കാട്ടെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയണോ. അവിടെയുള്ള കോൺഗ്രസിന്റെ കൗൺസിലറെ പോലെ അത്ര പരിചയമില്ലാന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള കോൺഗ്രസ്സുകാരെ തന്നെ പരിചയപ്പെട്ടിട്ട് ആയിട്ടില്ല. അതായത് കോൺഗ്രസ്സുകാരെ തന്നെ പരിചയപ്പെടാൻ പിഷാരടിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ സാധാരണ ജനങ്ങളേക്ക് ഇനി പരിചയപ്പെടൂ. ഈ വിഷയൊക്കെയായി ബന്ധപ്പെട്ട് അതായത് ഈ പെണ്ണ് കേസിന്റെ ആരോപണം വന്നതുമായി ബന്ധപ്പെട്ട് തീപ്പൊരി മറുപടിയുമായിട്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. ആരാണ് ജനങ്ങളെ നയിക്കാൻ യോഗ്യതയുള്ള ആള് എന്നുള്ളത് പാലക്കാട്ടെ ജനത ഈ മറുപടി കേട്ടിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല ഒരുപാട് മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടെ വേദന അനുഭവിക്കുന്ന കണ്ണീർ ഒരു സ്ത്രീയുടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല. മാധ്യമത്തിലൂടെ ഇപ്പൊ ഇന്ന് വന്ന സമയത്ത് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അടിയന്തരമായി ഈ തെറ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശ്രീമാൻ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മടിയിലിരുത്തി പീഡനത്തിന് പ്രോത്സാഹിപ്പിച്ചതുപോലെ
രക്ഷപ്പെടാൻ വേണ്ടി അവസാനം വരെ പരിശ്രമിച്ച് എന്നിട്ടൊടുവിൽ ഹരിചന്ദ്രനെ പോലെ അഭിനയിച്ച് ഞാൻ മാങ്കൂട്ടത്തിലെ കൂടെയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കളിക്കാൻ തീരുമാനമെങ്കിൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് മനസ്സ് നൊന്താൽ അവരോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയുടെ പരിവേഷമൊന്നും ഉണ്ടാകില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇതല്ലേ മറുപടി? പാലക്കാട്ടെ ഓരോ സ്ത്രീക്ക് വേണ്ടിയും ഈ ശബ്ദമല്ലേ ഉയരുക? പിഷാരടിയുടെ അടുത്ത് പോയാൽ അയകുഴമ്പൻ നിലപാട് കേൾക്കേണ്ടി വരൂലേ? സ്ഥിരമായിട്ട് അദ്ദേഹം ഏതൊരു ശൈലിയാണോ അതേ അയകുഴമ്പൻ നിലപാട് സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാവും. അതേസമയം നട്ടല് നിവർത്തി പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും ശോഭാ സുരേന്ദ്രൻ പറയും. അവിടെ ഒരു വിഷയം ഉണ്ടായി. ആ വിഷയം ഉണ്ടായതിൽ കോൺഗ്രസ് പ്രതികരിച്ചത് ആ വ്യക്തിയെ പുറത്താക്കിക്കൊണ്ടാണ്. അപ്പൊ ആ വിഷയത്തിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി ആദ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ പുറത്താക്കിയത്. അത് സിറ്റിംഗ് MLA ആയിട്ടുള്ള ആൾക്കെതിരെയും അതേ രീതിയിൽ തന്നെയല്ലേ കോൺഗ്രസ് നിലപാടെടുത്തത്. പിന്നീട് കോൺഗ്രസിന്റെ നിലപാടായിരുന്നു ശരി എന്നുള്ളത് ആ തിരിച്ചറിഞ്ഞതല്ലേ. മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തതൊക്കെ തന്നെ കോൺഗ്രസ് ആയിരുന്നു ആദ്യം എടുത്തത്. അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത കൗൺസിലറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാടെടുത്തു. എന്നിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പിഷാരടിയുടെ നിലപാട് പാലക്കാട്ടെ ജനത തിരിച്ചറിയണോ? അതേസമയം സാധാരണക്കാർക്ക് വേണ്ടി വളരെ വലിയ രീതിയിലല്ലേ ശോഭാ സുരേന്ദ്രന്റെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു ശബ്ദമല്ലേ പാലക്കാട്ടെ ജനതയ്ക്ക് വേണ്ടിയത്? ആരെങ്കിലും തെറ്റ് ചെയ്തതിനെ എന്തിനാണ് പിഷാരടി പോലും അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? ആ മറുപടിയിൽ അത് വ്യക്തമല്ലേ? അതൊന്നും വലിയ ആ ഒരു അത്തരത്തിലുള്ള മറ്റൊരു വിഷയമില്ലായിരുന്നെങ്കിൽ പിഷാരടി ഇന്ന് പാലക്കാട് വന്ന് മത്സരിക്കൂ? അത്തരത്തിലൊരു വിഷയത്തിൽ പെട്ടത് കൊണ്ടല്ലേ സിറ്റിംഗ് MLA മത്സരിപ്പിക്കാതെ പിഷാരടിയെ എത്തിക്കുന്നത്. ആ പിഷാരടിയോട് മറ്റൊരു അതേ വിഷയത്തിലുള്ള കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചിട്ടും ആ ഒരു നിലപാട് ഒരു ശക്തവുമല്ലാത്തൊരു അഴകുയമ്പൻ, അതിലപ്പുറമൊന്നും അതിനെക്കുറിച്ച് പറയാനല്ല. അതേസമയം ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഒരു പടി മുന്നിൽ, അവരെക്കാൾ ഒരു പടി മുന്നിൽ താൻ ഉണ്ടാവും. അല്ലെങ്കിലും പിഷാരടിക്കൊക്കെ എന്തെങ്കിലും സമരം ചെയ്ത് വല്ല പരിചയമുണ്ടോ? സാധാരണക്കാർക്ക് വേണ്ടി പിഷാരടി ഏതെങ്കിലും ഘട്ടത്തിൽ തെരുവിലിറങ്ങിയിട്ട് സമരം ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടോ? ആരും കണ്ടിട്ടില്ല. കാരണം ഈ പറയുന്ന സമരത്തിനോ തെരുവിൽ പ്രകടനം വിളിക്കാനൊന്നും ഈ പറയുന്ന ഈ പിഷാരടി രംഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അതേസമയം ശോഭാ സുരേന്ദ്രൻ അതല്ല. സാധാരണക്കാരന്റെ വേദന തൊട്ടറിഞ്ഞ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ ശക്തമായ പ്രതികരണമായിട്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരും. പാലക്കാട്ടെ ജനതയോട് പറയാനുള്ളത്, ഈ ഒരു വിഷയം വന്ന സമയത്ത് രണ്ട് സ്ഥാനാർത്ഥികളും ഏത് രീതിയിൽ പ്രതികരിച്ചോ, ആ പ്രതികരണത്തിൽ എത്ര ശക്തമാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പാലക്കാട്ടെ ജനത ശോഭാ സുരേന്ദ്രനെ അല്ലാതെ മറ്റാരെയാണ് തിരഞ്ഞെടുക്കുക? ഒരു തർക്കവും വേണ്ട കേട്ടോ. പാലക്കാട്ടെ ജനത ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് തിരഞ്ഞെടുക്കുക.